പേര് പരിചയപ്പെടുത്തി സജീഷ് എന്നാണ്. കുറ്റ്യാടിക്കടുത്ത് കായക്കൊടിയാണ് സ്വദേശം. ഈ ഒരു മഹത്തായ അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അളിയനാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ഫുൾ ടൈമായി ഏറ്റെടുത്തത് എന്നുള്ളത് മാത്രമാണ് ഞാനൊരു സ്ലൈഡ് വെച്ച് പറഞ്ഞു കഴിയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഈ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഉണ്ടായിരുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഓൾമോസ്റ്റ് ഡിഫറന്റ് ആയിരുന്നു എന്നുള്ളത് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ എന്തായിരുന്നു, ഇപ്പോ എങ്ങനെയാണ് അതിലൊരു മാറ്റങ്ങൾ വന്നത്. ചെറിയ മാറ്റങ്ങളാണ്. ഒരു STCയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഈ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരുപാട് കമ്പനികൾ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പൈസ പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഈ ബിസിനസിനെ പറ്റി കാണുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മളും അത് കേട്ടിട്ടും, അതുപോലെ തന്നെ ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകളെ പൈസ പോയതും അത് വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭനം നടത്തിയതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൈൻഡ് സെറ്റാണ് ഇന്ന് ഏകദേശം ഒരു 90% ആളുകളുടെ മൈൻഡ് സെറ്റ്. പല ഉഡായിപ്പ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള പേരിൽ ഉഡായിപ്പുകളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് അല്ലെങ്കിൽ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ അന്ന് നൗഫൽ സാർ വന്ന് പറഞ്ഞ സമയത്താണ് ഈ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അതിനുശേഷം ഈ ഒരു പ്ലാന് കേട്ടതിന് ശേഷം, മുഴുവനായി കേട്ടതിന് ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത് ഡയറക്ട് സെല്ലിങ് തുടങ്ങണം. അത് തീരുമാനിക്കാനുള്ള ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, ഈ പ്ലാൻ എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ നൗഫൽ സാറോട് പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, റെഡിയാണ്, ഞാൻ ഇത് ചെയ്യാൻ റെഡിയാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ പൈസ റെഡിയാക്കിയതിന് ശേഷം ചെയ്യാം. അങ്ങനെയാണ് നൗഫൽ സാർ എന്നോട് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരു 15,000 രൂപ എടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷമായി വെൽഡിങ് ഷോപ്പ് ചെയ്യുന്നു? അപ്പൊ ഞാൻ പറഞ്ഞത് 10 വർഷമായി വെൽഡിങ് ഷോപ്പ് ചെയ്യുന്നു. 10 വർഷമായിട്ട് വെൽഡിങ് ഷോപ്പ് ചെയ്യുന്ന ആളെ കയ്യിൽ ഒരു ദിവസം വെറും 10 രൂപ മാറ്റി വെച്ചാൽ പോലും 36,500 രൂപ ഉണ്ടാകേണ്ടതല്ലേ? അത് എൻ്റെ ഒരു തിരിച്ചറിവായിരുന്നു. കാരണം ഒരു 10 രൂപ പോലും ഞാൻ മാറ്റി വെക്കുന്നില്ല എന്നുള്ള സത്യം എന്നെ പറ്റി ഞാൻ അന്ന് ആണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ മകന്റെ ബ്രേസ്ലെറ്റ് വെച്ചാണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. അപ്പോ നമ്മളെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും പ്ലാന് കേട്ടതിന് ശേഷം പൈസ ആക്കിയിട്ട് വരാം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് പ്ലാന് കേട്ട് പൈസ ആക്കിയതിന് ശേഷം വരാം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആരും ഒരു പൈസ പോലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പ്ലാന് കേട്ട സമയത്ത് ഇത് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങി. ഇതെല്ലാം അന്ന് നൗഫൽ സാർ പറഞ്ഞത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇതിന്റെ കമ്പനി തുടങ്ങിയിട്ട് എത്രയായി? 2018 മുതൽ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട്. അതും ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് അതും കൃത്യമായിട്ട് മനസ്സിലായി, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പൊ ഒരു കമ്പനി നമ്പർ 1 ആണെങ്കിൽ അതിന് ഒരുപാട് ക്വാളിറ്റികൾ വേണം എന്നുള്ളത് നമുക്ക് അറിയാം, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്. അപ്പൊ ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള കമ്പനിയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പോ ആയുഷ് എന്നോട് ആ സമയത്താണ് അയാൾ ചോദിച്ചത്, ആയുഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ആയുഷിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ആയുർവേദത്തിൽ നമ്മൾ കേട്ടിടത്തോളം ഞാൻ കേട്ടത് കോട്ടക്കലാണ് ആയുർവേദം ത്തിന്റെ മെയിൻ ശൃംഖല കോട്ടക്കല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെപ്പറ്റി ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് ആയുഷ് എന്ന് പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യവും അതിന് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ളതും അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യ മന്ത്രാലയത്തിനാണ് അതിന്റെ ചുമതല എന്നുള്ളതും ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ സമയത്ത് ആയുർവേദം പൊതുവെ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പോ ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ ഉള്ളതാണെന്നും അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് FSSAI. നമ്മൾ പൊതുവെ എല്ലാ ഭക്ഷണ സാധനത്തിന്റെ മുകളിലും കാണുന്നതാണ്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ഇത്ര വലിയ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെന്നും ഇത് പൊതുവെ മാർക്കറ്റിൽ ആയുർവേദത്തില് കോട്ടക്കലിന് പോലും ലഭിച്ചിട്ടില്ല, അതുപോലെ തന്നെ കണ്ടംകുളത്തിക്കോ അതുപോലെ തന്നെ കോയമ്പത്തൂരിനോ ഇവർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ആ ഒരു സമയത്ത് മനസ്സിലായി. അങ്ങനെ ഈ ഒരു അവസരത്തിലേക്ക് വന്ന സമയത്ത് ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൗഫൽ സാർ അന്ന് പറഞ്ഞു തന്നു. 2018 കേരള ഗവൺമെന്റ് ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതും അതിന്റെ സന്ദേശം മുഖ്യമന്ത്രി തന്നെ ചെയ്തിട്ടുള്ളതും അതിന്റെ ചുമതലയായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പിനാണെന്നുള്ളതും അതെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ഒരു അവസരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത് ഞാനിപ്പോ അടുത്ത് കേട്ടൊരു ഒരു വാക്കാണ്. പൊതുവെ നമ്മളെല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും.
അത് ആ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ എന്നാൽ ഇതിൽ വേറിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമ്മുടെ ഗൂഗിൾ മാപ്പാണ്. ലക്ഷ്യമില്ലാത്തവർക്ക് എന്തിനാണ് ഗൂഗിൾ മാപ്പ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമില്ലാതെ വെൽഡിംഗ് ഷോപ്പ് ഇങ്ങനെ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, വാട്സപ്പ് ആണെങ്കിൽ നമുക്കറിയാം വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാം, ഫേസ്ബുക്ക് ആണെങ്കിൽ നമുക്കറിയാം. എന്നാൽ കൃത്യമായിട്ടൊരു ലക്ഷ്യമുള്ള ആൾക്ക് മാത്രമേ ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമുള്ളൂ. കാരണം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തണം. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എനിക്കൊരു ലക്ഷ്യബോധം വന്നു തുടങ്ങി. കാരണം അതുപോലെ ഉള്ളതല്ല, രക്ഷപ്പെടാനുള്ളൊരു മേഖല നമ്മളെ കയ്യിലുണ്ട്. ഇതുവരെ രക്ഷപ്പെടാനുള്ള ഒരു മേഖല നമ്മളെ കയ്യിലില്ല. ഇപ്പോ രക്ഷപ്പെടാൻ ഒരു മേഖല നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ബിസിനസിനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഇതുപോലുള്ള ഒരു വെൽഡിംഗ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഏകദേശം ഒരു 5ഓളം തൊഴിലാളികളുണ്ട്. ഇന്ത്യക്കാരാണ്, അവസാന ഘട്ടത്തിൽ ഇന്ത്യക്കാരാണ്. അവര് ഏകദേശം അവരെ നാട്ടിൽ ഉണ്ടായിരുന്ന വെൽഡിങ്ങിന്റെ ജോലിയാണ് പഠിച്ചത്. അത് ഇവിടെ വന്നതിന് ശേഷം ഈ നാട്ടിൽ എങ്ങനെയാണോ ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു വർഷത്തോളം എടുത്താണ് ഞാൻ എന്താക്കിയത്, കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലും ജോലി ചെയ്യേണ്ടതിന്റെ അതിന്റെ ഏകദേശം കുറച്ച് വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. അവര് വൃത്തിയില്ലാത്ത രീതിയിലാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഇവിടെ നാട്ടിലുള്ള പണി രീതിയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റി ഈ വെൽഡിംഗ് ഷോപ്പ് നടത്തുന്ന സമയത്ത് പോലും ഏകദേശം ഒരു 3 ലക്ഷം അന്ന് മുതൽ മുടക്കിയിട്ടുണ്ട്. അത് 2012 അത് തുടങ്ങുന്നത്. 3 ലക്ഷം മുതൽ മുടക്കിയിട്ടുണ്ട്. ആ മുടക്ക് എന്ന് പറയുന്നത് അവിടത്തേക്ക് 3 ഫേസ് ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 ഫേസ് ലൈന് വലിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വെൽഡിംഗ് ഷോപ്പ് തുടങ്ങിയത്. ഏകദേശം ഇതുപോലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കൂടെ ഞാൻ വെച്ചത്. എന്തിനാ ഈ ഫോട്ടോസ് എല്ലാം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മൾ ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചത്. അപ്പൊ 3 ലക്ഷം എന്തിനു മുടക്കി എന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവും. അപ്പോ ആ ഒരു സമയത്ത് എന്റെ കൂടെ ഉള്ളൊരു ഒരാളെടുത്ത ഫോട്ടോസാണ്. അന്ന് നമുക്കറിയാം, അത് കണ്ടറിയാം, ഒരു വെൽഡിംഗ് ഷോപ്പ് വരേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളെല്ലാം അറിയാലോ. ഈ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ നമ്മളെ ഈ മൈലൈഫിലേക്ക് വരുന്നത്. മൈലൈഫിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഡ്രസ് കോഡും കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഞാൻ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് പൂളാടിക്കുന്നില് പോയ സമയത്താണ് ഞാൻ ഒരു 15,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കാനാണ് പോയത്. അങ്ങനെ ഇതുപോലുള്ള ഒരു ഡ്രസ്സിലാണ് ചെന്നത്. അങ്ങനെ ചെന്ന സമയത്താണ് ആദ്യം തന്നെ ഒരു 1ാമത്തെ ടോക്കനാണ് കിട്ടിയത്. ആ ടോക്കൺ കിട്ടി അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് ആളുകൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനാണെങ്കിൽ എന്റെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയേണ്ടത്, ഒരു നല്ല രീതിയിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ എല്ലാം എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഉണ്ടായി. അവിടുന്ന് ഞാൻ 15,000 രൂപന്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കാൻ വന്നതെങ്കിൽ 15,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളെ കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റുകൾ അവിടുന്ന് ഒരു മണിക്കൂർ കൊണ്ട് എടുത്തു പോകുന്നത് കണ്ട സമയത്ത് ഈ ഒരു ബിസിനസ് വലിയ രീതിയിലുള്ള ബിസിനസ് ആണെന്നുള്ള ഒരൊറ്റ സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം വെൽഡിംഗ് ഷോപ്പ് നടത്തുന്ന സമയത്ത് പോലും, തുടങ്ങിയ സമയത്ത് പോലും എന്റെ കയ്യിലൊരു വണ്ടിയില്ല. അങ്ങനെ കല്യാണത്തിന് ശേഷം ഒരു ചെറിയൊരു കുഞ്ഞ് വെച്ചിട്ടാണ് അന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തത്. നമുക്കറിയാം, പൊതുവെ ഒരു സാധാ ഒരു വെൽഡിംഗ് ഷോപ്പെല്ലാം നടത്തുന്ന ആളെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഒരു വണ്ടിയാണിത്. അപ്പോ എന്നരെയാണ് ഞാൻ കമ്പനി GTSകളിൽ പങ്കെടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഈ സോമകുമാറിനെ പോലുള്ള വ്യക്തികള് അവര് വെറും 7ാം ക്ലാസ് ഗുസ്തിയാന്നാണ് അയാളെല്ലാം താഴെ വന്നിട്ടുള്ള ആളുകൾ പറയുന്നത്. 8ാം ക്ലാസ്സും കാക്കൊല്ലോ എന്നാണ് അയാൾ പറയുന്നതെങ്കിൽ 7ാം ക്ലാസ്സും ഗുസ്തിയാന്നാണ് അയാളെ പറ്റി പറയുന്നത്. ഇയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ചിന്തയാണ് ഞാനും ഈ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ബിസിനസ് തുടങ്ങി. നമ്മൾ എപ്പോഴും ലീഡർമാർ പറയും, ഒറ്റക്ക് ഒരു കാരണവശാലും നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളെ സുഹൃത്തുക്കളോട് ആരോടും ഈ ഒരു ബിസിനസ് പോയിട്ട് പറയാൻ പാടില്ല എന്നല്ലോ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളല്ലേ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സിലേക്ക് വരൂലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെയും ചിന്ത തന്നെയായിരുന്നു. ഒരു 10ഓളം ആളുകൾ എന്റെ കൂടെ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള, അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ട്.
അവരതായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും അവരുടെ ഫാമിലി മൊത്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെ അവരെ ഫോക്കസ് ചെയ്തു. ലീഡേഴ്സ് പറഞ്ഞത് എന്താണോ അത് കൃത്യമായിട്ട് അനുസരിക്കണോ എന്നുള്ളതിന്റെ ഒരു ഫലം ഞാൻ അതോടുകൂടി മനസ്സിലാക്കി. കാരണം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് ഞാൻ ഈ ഒരു അവസരം പറഞ്ഞു, ഇതുപോലെയാണ്, നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്, അവരെ മുഖം കാണണ്ടെന്നുള്ള ബേസിലാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഇതുപോലെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും, എന്റെ ഒരു സ്ഥിതിയൊക്കെ. ഇവരെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഫ്രീ സമയങ്ങളിൽ എവിടെയെങ്കിലും ഒരു എന്താ പറയേണ്ടത് ഒരു മലമുകളിൽ പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെയാണ് എന്റെ ഒരു ജീവിതം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവരോട് ആദ്യത്തെ ഇതിൽ ഒരാളോട് ഞാൻ ആദ്യം ബിസിനസ് പറഞ്ഞ സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. അയാൾ എന്നോട് ആദ്യം ചോദിച്ചത്, നീ പത്രം ഒന്നും വായിക്കാറില്ലേ? ഇതുപോലുള്ള എന്തൊക്കെ ബിസിനസ്സുകളുണ്ട്, എല്ലാം ഉടായ്പാണ്, നീ വെറും പൊട്ടനാണല്ലോ, എന്തെങ്കിലും ഒന്ന് ഞങ്ങളോടും കൂടി അന്വേഷിക്കണ്ടേ എന്ന് പറഞ്ഞത്. അതോടുകൂടി ലീഡേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതിന്റെ ഉദാഹരണം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് പാടെ ഞാൻ മാറ്റിമറിച്ച്. അപ്പൊ അതിൽ നിന്ന് ഇവരോടല്ല ഇത് പറയേണ്ടത്. അപ്പൊ നൗഫൽ സാർ വിളിച്ച സമയത്ത് നൗഫൽ സാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞല്ലേ, നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് ഈ ബിസിനസ് പറയരുത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒറ്റക്ക് പോയിട്ട് നമ്മൾ ആരും ഈ ഒരു ബിസിനസ് ആരോടും പുതിയ ആളുകൾ പറയരുത്. പറഞ്ഞാല് നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളുകളാണ് പുറത്തുള്ളത്. എന്നാൽ അത് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മളോട് നമ്മൾ പൊട്ട എന്ന് പറയുന്നുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു ബിസിനസിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞ സമയത്താണ് ഇവരോട് ഇത് പറയുന്നത്. നമ്മൾ മാത്രമേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളൂ, അവർ മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ഞാൻ എടുത്ത വണ്ടി, അന്ന് ഞാൻ ഉപയോഗിച്ച വണ്ടി ഇതാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് 5 വെൽഡർമാരാണെങ്കിൽ അല്ലെ 5 തൊഴിലാളികളാണെങ്കിൽ, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പുതിയ വണ്ടി, ജീവിതത്തിൽ പുതിയ വണ്ടി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഏകദേശം ZDC റാങ്കിൽ എത്തുന്ന സമയത്താണ് ഒരു ബുള്ളറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം, ബുള്ളറ്റ് എന്റെ ആരോഗ്യം സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ബുള്ളറ്റ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ബുള്ളറ്റ് നല്ല വാഹനമാണ്, എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒടുക്കത്ത ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നൗഫൽ സാർ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഞങ്ങള് ബുള്ളറ്റിലേക്ക് നമുക്ക് മാറാം, അതൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളെക്കാൾ എത്രയോ അധികം ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾ ബുള്ളറ്റ് ഓടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അന്ന് ഞാനും പ്രവീൺ സാറും ഒന്നിച്ചാണ് ബുള്ളറ്റ് എടുക്കുന്നത്. ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് ഒരുപാട് നമ്മളെ കൂടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന് അവരെ ഒരു സന്തോഷമായിരുന്നു നമ്മളെ ആ ഒരു വണ്ടി എടുക്കുക. ആ ദിവസമാണ് 3ഓളം കാറുകളും അതുപോലെ തന്നെ 2 ബുള്ളറ്റുകൾ ഇറങ്ങിയത്. നമ്മുടെ ബഷീർ സാറുണ്ട്, അതുപോലെ തന്നെ ഷാഫി സാറുണ്ട്, നൗഫൽ സാറും എല്ലാം ഒന്നിച്ച് നമ്മൾ ഒരു ഉത്സവമാക്കിക്കൊണ്ടാണ് അന്ന് വാഹനം ഇറക്കിയത്. അപ്പൊ അതിൽ നിന്നും ഈ ഒരു രീതിയിലേക്ക്, അത് ശൈലേഷ് സാർ എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പൊ അതിൽ നിന്നും ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സുകള്, നമ്മളെ ഓൾഡ് ഫ്രണ്ട്സ്, പഴയ ഞാൻ ചെറുപ്പം മുതലേ ഉള്ള എന്റെ സുഹൃത്തുക്കളാണിത്. അവരെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആളുകളോട് നമ്മൾ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് കസ്റ്റമർ മൈൻഡ് സെറ്റുള്ള ആളുകളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർ ഒരു കാരണവശാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇപ്പൊ ഉള്ള ഫ്രണ്ട്സുകളെ നോക്കിക്കഴിഞ്ഞാൽ അത് ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട്, 4 പൊട്ടന്മാരോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ 5ാമത്തെ പൊട്ടനായിട്ട് നമ്മൾ മാറുന്നുള്ളത്. എന്നാൽ ഈ ഫ്രണ്ട്സുകളുടെ കൂടെ കൂടിയ സമയത്താണ് എന്താണ് ബിസിനസ്, അതെങ്ങനെ ചെയ്യണം, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഇതിൽ വിജയിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഓൾഡ് ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ചിന്ത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ചിന്തയില്ല. ഒരു ദിവസം ജോലിക്ക് പോകണം, വരുന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികൾ വാങ്ങണം, ഈ ഒരൊറ്റ ചിന്ത അത് മാത്രമേ ഉള്ളൂ. രാത്രി സമയത്താണെങ്കിൽ അവര് മറ്റുള്ള ആളുകളെ വിളിച്ചു നോക്കിയതിനു ശേഷം എവിടെയാണുള്ളത്, ഇവിടുത്തെ, എന്നാ ഇങ്ങോട്ടേക്ക് വാ, നമുക്കൊന്ന് ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാണ് അവരെ യഥാർത്ഥത്തിലുള്ള ജീവിതം. ഇതിൽ ഒരാൾ എന്നോട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷമായിട്ട് ആശാരിപ്പണിയാണ് അയാൾ എടുക്കുന്നത്. 8 വർഷമായിട്ടുള്ള കൂലി തന്നെയാണ് ഇന്നും. അന്നും 1000 തന്നെയാണ് കൂലി, ഇന്നും 1000 തന്നെയാണ് കൂലി. എന്നാൽ
ജോലിയിലെ സാധ്യത കുറഞ്ഞു. ഇപ്പൊ 15 ദിവസമായിട്ട് മാറിയിട്ടുണ്ട്. മുന്നേ 30 ദിവസം ഉണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയും ജീവിതത്തിലില്ല, യാതൊരു പ്രതീക്ഷയില്ല. മകളെ കല്യാണം കഴിക്കണം, എന്നാലോ മുന്നോട്ടേക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ള ജോലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയുള്ള ജോലിയല്ല. എന്നാൽ എന്താണ് പ്രശ്നം? മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറല്ല, പുതിയൊരു മേഖലയിലേക്ക് വരാൻ തയ്യാറല്ല. അവര് ആ പറയുന്നത് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ തയ്യാറല്ല. നമുക്കറിയാം, തീരുമാനമെടുക്കാത്തതാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമർ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു മേഖല ചെയ്യുന്നത്. അപ്പൊ അതില് ഞാൻ ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്റെ ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, പൊതുവെ പറയാറുണ്ട്, ഉപബോധ മനസ്സ് എന്താണോ ഏറ്റെടുക്കുന്നത് ആ ഏറ്റെടുക്കുന്ന സാധനം മാത്രമേ നമ്മുടെ കൈകളിലേക്ക് വരൂ എന്നുള്ളൂ. അപ്പൊ ഉപബോധ മനസ്സിന് ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ ഇത് നിങ്ങളോട് പറയണം. നിങ്ങളോട് പറയുന്ന സമയത്ത്, നിങ്ങൾ എന്നെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങളെ വണ്ടി എപ്പാണ് ഇറങ്ങുന്നത്? അപ്പൊ അതെന്റെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എവിടെന്ന് നമ്മൾ കാണുന്ന സമയത്തും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. പുറത്ത് പറഞ്ഞാൽ മാത്രമേ, പുറത്ത് പറയാനുള്ള ധൈര്യത്തിന്റെ പ്രശ്നമാണ് നമ്മൾ ഓരോരുത്തരെ ഈ ബിസിനസ് ചെയ്യാത്തതിന്റെ മെയിനായിട്ട് കാരണം. എന്നാൽ ഇത് പുറത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് പല ട്രെയിനിങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലായത്. ആ ട്രെയിനിങ്ങളിലൂടെ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എന്തിനു ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് നേടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്നത്. അടുത്ത ഒരു ലക്ഷ്യമുണ്ട്, ഇതിനൊരു ടൈം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2031-32 സമയത്തേക്കാണ്. ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ പറക്കുന്ന ടൈപ്പിൽ തന്നെ പോവാന്നുള്ളതാണ്. ഹെലികോപ്റ്റർ അല്ല. നമുക്കറിയാം, ചൈനയിലെല്ലാം സർവ്വസാധാരണമായിട്ട് കാണുന്ന, ഇന്ന് ആളുകളുടെ ഒരു ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് 31ലേക്ക് ഞാൻ ഈ ഒരു വാഹനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ പ്ലാനിങ് നടക്കണമെങ്കിൽ ഇത് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കാണിക്കണം. ഞാൻ എൻ്റെ ടീമിലേക്കും കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കൽ മാത്രമല്ല, ഇത് എടുക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പോ ഇത് ഭാവിയിലേക്ക് എൻ്റെ ഒരു സ്വപ്ന വാഹനമാണ്. എന്നാൽ ഈ രീതിയിലേക്ക് ഇങ്ങനെ ഒരു വാഹനം ഉണ്ട് എന്നുള്ളത് പോലും നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ അറിയാൻ പോലും സാധ്യതയില്ല. ഇനി അറിഞ്ഞാൽ പോലും അവർക്ക് അതിലേക്ക് അങ്ങനെ ഒരു വാഹനം ഉണ്ട് എന്നുള്ള ഒരു സംസാര വിഷയം ഉണ്ടാവും. അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് പ്രകാരം, ഇന്നുള്ള മൈൻഡ് സെറ്റ് പ്രകാരം ഒരു 90% ആളുകളും ആ ഒരു രീതിയിലേക്കുള്ള ഒരു ചിന്ത പോലും ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയോണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇനി ഞാൻ എന്നെ പറ്റി തന്നെ ഒരു കണക്കൂട്ടിയ ഒരു കണക്കാണിത്. ഞാൻ ഈ ഒരു 15 വർഷം കൂടെ ഇനി ആ ഒരു വെൽഡിംഗ് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയതാണ്. ഒരു ദിവസം ഒരു 100 രൂപ ഞാൻ മാറ്റി വെക്കുന്ന ഒരാളാണെങ്കിൽ 365 ദിവസത്തേക്ക് 36,500 രൂപ എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 15 വർഷം കൂടെ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ 5,47,500 രൂപ മാത്രമേ 15 വർഷം കൊണ്ട് ശരാശരി ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും ജോലി ചെയ്താലും 365 ദിവസം 100 രൂപ മാറ്റി വെച്ചാലും ഉണ്ടാകാൻ പോകുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് വെറും ഇത് മാത്രമാണ്. ഇനി 1000 തന്നെയാണെങ്കിൽ പോലും 54,75,000 രൂപ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട് എന്നുള്ള സ്വപ്നം, ഞാൻ ഈ പറഞ്ഞ വാഹനം എന്നുള്ള സ്വപ്നം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിൽ അതിന്റെ ഉദാഹരണത്തിന് അഥവാ MBBS പഠിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് അഥവാ എന്ന് മാത്രമുള്ള വാക്കുകൾ പ്രത്യേകം പറയണം. അഥവാ എന്ന് അവരങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു MD ആകുന്ന സമയത്തേക്ക് 1,40,00,000 മിനിമം വേണം. അങ്ങനെയാണെങ്കിൽ ഈ 54,75,000 കൊണ്ട് വീടുണ്ടാവുമോ, അല്ലെ സ്വന്തമായിട്ട് ചെറിയൊരു കാർ, ഏറ്റവും ചെറിയൊരു കാർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, ഇതൊന്നും ഒരു കാരണവശാലും നടക്കൂല എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് മുന്നേ വെച്ച ആ ഫോട്ടോത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മാറാൻ തയ്യാറായത്. നമ്മൾ മാറ്റം എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റമല്ല. കാരണം മാനസികമായിട്ടുള്ള നല്ലൊരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റൂ. മാനസികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം DTC റാങ്ക് വരെ ഇൻസൈഡ് ആക്കാൻ പോലും എൻ്റെ ഒരു മൈൻഡ് സമ്മതിച്ചില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തനി നാട്ടും പുറത്ത് ജീവിച്ച ആളായതുകൊണ്ടും ഇൻസൈഡ് എന്ന് പറയുന്നത് നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല പൈസ കയ്യിലുള്ള ആളുകൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു. അതൊന്ന് ഇതിലേക്ക് മാറുക എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് നമ്മൾ തന്നെ മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ മാറാൻ ഞാൻ തയ്യാറായി. അങ്ങനെ മാറിയ സമയത്ത്
ഏകദേശം ഒരു 2.5-3 വർഷം മുന്നെയാണ് നിലവിൽ മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ വെൽഡിങ് ഷോപ്പ് ഞാൻ അടച്ചത്. ആ വെൽഡിങ് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷമാണ് ഞാൻ മുടക്കിയത്. ഒരു 2013 സമയത്ത് 3 ലക്ഷമാണ് മുടക്കിയത്. 3 ലക്ഷം മുടക്കിയ ആ ഷോപ്പ് വിൽപ്പന നടത്തിയത് അല്ലെങ്കിൽ വിറ്റത് 50,000 രൂപക്കാണ്. കാരണം അതിന്റെ സാധ്യത കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 50,000 രൂപക്കാണ് ഞാൻ വിൽക്കേണ്ടി വരുന്നത്. അപ്പോ ആ വിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമുണ്ടോ? ഒരു വിഷമവും ഇല്ല. കാരണം സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്, ആ വെൽഡിങ് ഷോപ്പ് അടച്ചങ്ങ് കൂട്ടുന്നത്. 5 പണിക്കാരുള്ള വെൽഡിങ് ഷോപ്പാണ്. നോക്കണം, 5 പണിക്കാരുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ അവിടെ വെറുതെ ഇരുന്നാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,500-2,000 രൂപ നമ്മളെ കൈകളിലേക്ക് വരും. അങ്ങനെയുള്ള ഒരു മേഖല അടച്ചു പൂട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അന്ന് എൻ്റെ കൂടെ 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേര് ഞാനിപ്പോ ആ വെൽഡിങ് ഷോപ്പ് നിർത്തിയ സമയത്ത് അവർ ഇന്നും പുറത്ത് പണിയെടുക്കുന്നുണ്ട്. അവരെ നല്ല പണിയാണ് എന്നുള്ളത് ആളുകൾ പറയുന്നുണ്ട്. അതിന് നല്ല പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഈ മേഖല ചെയ്യുന്നുണ്ട്. അവർ വളരെ ശക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിന്റെ ഒരു 12% എൻ്റെ അക്കൗണ്ടിലേക്ക് പോരൂലേ? അതുപോലെ നമുക്ക് നോക്കിയാൽ മതി. ഞാൻ വിൽക്കുന്ന സമയത്ത് എൻ്റെ വെൽഡിങ് ഷോപ്പിന് വെറും 2 ലക്ഷം വരെ മാത്രമേ ലോസ് ഉള്ളൂ, നഷ്ടമുള്ളൂ. എന്നാൽ ഇത് വടകര പാർക്കോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഈ പാർക്കോ ഹോസ്പിറ്റൽ കോടികൾ മുടക്കിയാണ് തുടങ്ങിയത്. ഈ കോടികൾ മുടക്കി തുടങ്ങിയ പാർക്കോ ഹോസ്പിറ്റൽ ഇപ്പോൾ വടകര ബേബി മെമ്മോറിയൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ബേബി മെമ്മോറിയൽ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ പാർക്കോ ഇതിന്റെ മുതലാളിയുടെ ടെൻഷൻ എത്രയാണ്? ഇത് വിൽക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയിൽ തുടങ്ങിയ ബിസിനസ്സാണ്. അത് വിൽപ്പന നടത്തുന്ന സമയത്ത് അവർക്ക് കോടികളെ ലോസാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അടക്കുന്ന സമയത്ത് വളരെ സന്തോഷമാണ്. യാതൊന്നും നോക്കാനില്ല. ഇനി ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. അവിടുത്തെ കറണ്ട് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ 32 ലക്ഷം എന്നാണ്. എൻ്റെ കൂടെ ഉള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് 32 ലക്ഷം കറണ്ട് ബില്ല് മാത്രം അവിടെ ചാർജാണ്. കറണ്ട് ചാർജ് മാത്രം. അപ്പൊ ഓരോ നഷ്ടം കോടികൾ നഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ലോസ്. അത് ലോസ് എന്നല്ല, സന്തോഷത്തിലുള്ള ലോസാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ്. ഇനി ഒരു പൊതുവെ കാണുന്ന, നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം കാണുന്ന ഒരു കമന്റ്, അത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടതാണ്. പൊതുവെ ഉണ്ടാകുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വന്ന് ജോലിക്ക് പോകുന്നത് കടം വീട്ടാനാണോ അതോ പുതിയ കടം വാങ്ങാനാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ നിലവിലുള്ള ഓരോരുത്തരെയും ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകള് ഒരവസ്ഥയാണ്. ഇനി ഗവൺമെന്റിന് പോലും അറിയാം. AM ഷംസീർ നമുക്കറിയാം, നമ്മുടെ സ്പീക്കറാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ റിസ്ക് എടുക്കണം, സർക്കാർ ജോലിക്ക് പകരം ബിസിനസ് ആലോചിക്കണം. AM ഷംസീർ. കാരണം 5-5.5 ലക്ഷം ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ജോലി കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ടുപോലും പറ്റൂ. ആ സമയത്തും ആളുകളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരണമെന്ന് ഗവൺമെന്റ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പൊ അടുത്ത് ഇത് മാതൃഭൂമിയിൽ വന്ന ഒരു ന്യൂസാണ്. ഇനി ഇപ്പൊ അടുത്ത് വന്ന ഒരു ന്യൂസ്, ഒരു 2 ദിവസം മുന്നേ, ഒരു 6-ാം തീയതി വന്ന ഒരു കേന്ദ്ര മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ്. ദരിദ്രർ കൂടുന്നു, സമ്പത്ത് ചിലരിൽ കുമിഞ്ഞുകൂടുന്നു, സാമ്പത്തിക അസമത്വത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഗഡ്കരി. ഇത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോ അവസ്ഥ വളരെ മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ ചിന്തകളിൽ വലിയൊരു മാറ്റം വരുത്തണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകണം. അത് മസ്റ്റ് ആണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി 27-ന് വന്നൊരു ന്യൂസാണ്. അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞാൽ 10 പൈസ എടുക്കാനാകില്ല, 100 കോടി ഇന്ത്യക്കാരും സാമ്പത്തിക ഞെരുക്കത്തിൽ എന്ന് റിപ്പോർട്ട്. വലിയ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കുതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം ഈ പറഞ്ഞ പോലെ ആ രീതിയിലേക്കായി മാറിപ്പോവും. അതുപോലെ തന്നെ റോബർട്ട് കിയോസാക്കി, ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിന്റെ പ്രധാന കാരണം അവർ വർഷങ്ങളോളം സ്കൂളിൽ ചെലവഴിച്ചിട്ടും പണത്തെക്കുറിച്ച് ഒന്നും പഠിച്ചില്ല എന്നതാണ്. അതിന്റെ ഫലം ആളുകൾ പണത്തിനായി ജോലി ചെയ്യാൻ പഠിക്കുന്നു എന്നതാണ്. പണത്തിനായിട്ടാണ് ഇപ്പൊ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും പണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കരുത്. ഇത് റോബർട്ട് കിയോസാക്കി. നമുക്കറിയാം, 4ഓളം വിദേശ ഗവൺമെന്റുകൾക്ക് സാമ്പത്തിക ഉപദേശം നൽകുന്ന ഒരാളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ 4ഓളം പ്രസിഡന്റുമാർക്ക് സാമ്പത്തിക ഉപദേശം നൽകിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് പറയുന്നത്, ആളുകൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളാണെങ്കിലും അവരെ ജോലി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്
നമ്മൾ തന്നെ മാറ്റിയെടുക്കുന്നു. നമ്മൾ അങ്ങനെയാണ് മാറിയത്, അതേ രീതിയിൽ തന്നെ നമ്മളും അവരെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കാരണവശാലും നമുക്കൊരു വലിയ രീതിയിലേക്ക് മാറ്റേണ്ടാവില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ സ്റ്റുഡൻസിന് വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒന്നില്ലേ UK, അല്ലെങ്കിൽ കാനഡ, അല്ലെങ്കിൽ യൂറോപ്പ്, USA, ഓസ്ട്രേലിയ, ഇതുപോലെയാണ് അവരെ ചിന്ത പോകുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈല് നമ്മൾ കാണുന്ന TV-യിൽ കാണുന്ന രീതിയിലേക്കാണ് അവരെ അവിടത്തേക്ക് ആകർഷിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരാൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ജോലി ലഭിക്കുന്നില്ല, വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു. ആ സമയത്ത് അയാൾ പറഞ്ഞത് നിങ്ങളെ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരുത്തണം, നിങ്ങൾ സംരംഭകരാകാനാ പറഞ്ഞത്. ഇനി നമുക്കറിയാം, ഇനി മറ്റേ കാനഡ പോലുള്ള അല്ലെ UK പോലുള്ള രാജ്യങ്ങളെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വിദേശ പഠനം എന്നെല്ലാം പറയുന്നത് ഒരിക്കലും അത് കോളേജ് പഠനം ഒരിക്കലും അവിടെ ഇല്ല. കോളേജ് ഇല്ല ആ രാജ്യങ്ങളിലും, എല്ലാം യൂണിവേഴ്സിറ്റി മാത്രമാണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ രാജ്യമാണ്. നമ്മൾ ഇന്ത്യ രാജ്യം നമുക്കറിയാം ഏകദേശം ഒരു 146 കോടിക്ക് മേലെ ആളുകൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടുത്തെ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വെറും കർണാടക എന്നുള്ള സംസ്ഥാനത്തിന്റെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ. ഫ്രാൻസ് ആണെങ്കിൽ വെറും തമിഴ്നാടിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. ഇറ്റലി കേരളത്തിന്റെ അത്ര മാത്രം വലിപ്പമേ ഉള്ളൂ. അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ വെറും UP ഉത്തർപ്രദേശിന്റെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ കണക്കുകൾ പറയുന്നത്. ലണ്ടനിൽ നിന്ന് മാത്രം ഒരു ദിവസം ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളുടെ എണ്ണം 200ആണ് ഇന്ത്യൻ എംബസിയിലേക്ക് വരുന്ന കണക്കുകൾ. ഇനി ഇന്ത്യയുടെ ഒരു വലിപ്പം നമ്മൾ നോക്കുന്നതാണെങ്കിൽ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 17 രാജ്യങ്ങളും, തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 24 രാജ്യങ്ങളും, യൂറോപ്പിലെ 22 രാജ്യങ്ങളും, ആസ്ട്രേലിയക്ക് ചുറ്റുമുള്ള 18 ദ്വീപ് രാജ്യങ്ങളും, 4 മഹാസമുദ്രങ്ങളും, അവിടുത്തെ പ്രധാന ദ്വീപുകളും കൂട്ടിയാൽ എത്ര ജനസംഖ്യ വരും? അതാണ് നമ്മളെ ജനസംഖ്യ എന്ന് പറയുന്നത്. റെഡിക്ക് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ദിവസം ഇന്ത്യയിലെ അമ്മമാർ പ്രസവിക്കുന്ന ജനസംഖ്യയാണ് ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം 2014 ഈ ഡാരസെലിങ്ങിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അന്നത്തെ മിനിസ്റ്റർ പേര് ഓർമ്മ കിട്ടുന്നില്ല, പ്രതാപ് റാവു യാദവ്, അദ്ദേഹം പേര് കിട്ടുന്നില്ല, അതായത് കുഴപ്പമില്ല. അയാൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വലിയ രീതിയിലേക്കുള്ള ഒരു കുതിപ്പിൽ വരാൻ പോവാണ്. 5 ബില്യൺ എക്കണോമിയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കുതിക്കാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുക. ആ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ ആകുന്ന സമയത്ത് ആ രാജ്യത്തിന് എങ്ങനെയായാലും അത് സാമ്പത്തിക പുരോഗതിയിലേക്ക് വരുവേ, ഡയറക്റ്റ് സെല്ലിങ്ങിന് കൃത്യമായിട്ടുള്ള നിയമം വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലേക്ക് വിജയിക്കുകയും ചെയ്യും. വിദേശ രാജ്യത്തെ ഇപ്പോ ഇന്ത്യൻ എംബസി തന്നെ പറയുന്നത് അവിടുത്തെ അവസ്ഥ വലിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം. എന്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 100 കണക്കിന് വർഷം മുന്നേ 100ഓളം രാജ്യങ്ങളെ കോളനിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് നമുക്കറിയാം ബ്രിട്ടൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം. അവിടെ നിന്നുള്ള സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് അവരുടെ രാജ്യം വലിയ രീതിയിൽ വികസിച്ചു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഹൗസ് ലോൺ ആണെങ്കിലും അതുപോലെ തന്നെ കാർ ലോണുകളാണെങ്കിലും വലിയ രീതിയിൽ ആ ലോണുകൾക്ക് ഇൻട്രസ്റ്റ് വലിയ രീതിയിൽ കൊടുക്കുകയും വർഷങ്ങളോളം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പോയ ആളുകൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇവിടുന്ന് വീടും സ്ഥലവും വിറ്റ് അങ്ങോട്ടേക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ പറയുന്നില്ല, അതിന്റെ ഒരു കണക്കുകൾ നമ്മള് മലയാള മാധ്യമങ്ങളിൽ തന്നെ വന്ന കണക്കുകളാണിത്. വിദേശ വിദ്യാർത്ഥികളുടെ ഇഷ്ടമായി കേരള സർവകലാശാല മാറിക്കൊണ്ടിരിക്കുന്നു. 81 രാജ്യങ്ങളിൽ നിന്ന് 2620 അപേക്ഷകർ. അപ്പൊ അവിടുത്തെ സർവകലാശാലകളുടെ വിദ്യാഭ്യാസവും അവിടുത്തെ ചെലവും നോക്കുന്ന സമയത്ത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി AI കടന്നുവരവ്. ഇപ്പോ നമ്മുടെ ബിൽഗേറ്റ്സും പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. AI കടന്നുവരവ് നമുക്ക് അതിനെ തടയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതിന്റെ കൂടെയായി നമ്മുടെ കഴിവുകളും മനുഷ്യത്വവും വളർത്തുക, അതാണ് ജീവിച്ചിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ ബന്ധത്തിന്റെ ബിസിനസ് ആണെന്നുള്ളത്. ഒരിക്കലും AI കടന്നു വന്നാൽ മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അപ്പോ 3 ജോലികൾക്ക് മാത്രമേ നിലവിൽ സാധ്യതയുള്ളൂ എന്നാണ് ബിൽഗേറ്റ്സിന്റെ പ്രവചനം. അതിലൊന്ന് എന്ന് പറയുന്നത് കലാകാരന്മാരാണ്, അതുപോലെ തന്നെ പുതിയ ഡിസൈനർമാരാണ്,
അതുപോലെ തന്നെ ഹെൽത്ത് രംഗമാണ്. ഹെൽത്ത് രംഗത്തിൽ നമുക്കറിയാം നമ്മളെ പ്രൊഡക്റ്റുകൾ പോലെ ഇനി ഒരു പ്രൊഡക്റ്റും വരാനില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധ്യത മാത്രമാണ്. ഒരിക്കലും ഇതൊരു ക്ലാസ്സുകളായിട്ട് ഒന്നും നിങ്ങൾ കാണരുത്. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ AI സാധ്യത നമുക്കറിയാം. നമ്മൾ ഒരിക്കലും ചിന്തിച്ചതല്ല ഡ്രൈവർ ഇല്ലാത്തൊരു വാഹനം വരും എന്നുള്ളത്. ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്ത വാഹനത്തിലേക്ക് മാറി. ഇനി ഹോസ്പിറ്റലുകൾ, എത്രയോ ഹോസ്പിറ്റലുകൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഡോക്ടർമാർ വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷനുകളും അതുപോലെ തന്നെ ഡ്യൂട്ടികളും 1 ദിവസം 2 ദിവസം കൊണ്ടാണ് ഈ AI ഡോക്ടർമാർ ചെയ്യുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓപ്പറേഷന് കൃത്യമായിട്ട് യാതൊരു ടെൻഷനോ, ഡോക്ടർമാർക്ക് ടെൻഷൻ ഉണ്ടാവും, ഇവിടെ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ സക്സസ് ആയിട്ട് ആ ഒരു AI സംവിധാനം മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്കെല്ലാം സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തെങ്കിലും നമ്മളെല്ലാം ഒരു ചിന്ത മാറേണ്ടതിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വിച്ച് ഈസ് ദി ഫ്യൂച്ചർ ഇൻഡസ്ട്രി 2025 ആ സമയത്ത് പറയുന്നുണ്ട് 64,500 കോടി ബില്യന്റെ കച്ചവടം നടക്കാൻ പോകുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ഓരോരുത്തർ ഉള്ളത് എന്നുള്ളത്. ഞാൻ എളുപ്പത്തിൽ അങ്ങ് പോവാം. ഇനിയിപ്പം ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖയായ ലക്ഷ്യം വിപണി സ്വകാര്യത മുഖ്യമന്ത്രി. ഇതിന് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണവും കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഈ ഒരു ബിസിനസിനെ പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം. നമ്മൾ മുന്നേ പറയാറുണ്ട്, ഇത് എവിടെ നോക്കിയാലും നമുക്ക് കാണാം. നമ്മളുടെ ഗവൺമെന്റ് സൈറ്റിൽ നോക്കിയാൽ കാണാം. ഡയറക്ട് സെല്ലിങ്ങിന്റെ മാർഗനിർദ്ദേശം പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. കൺസ്യൂമർ അഫയേഴ്സിന്റെ സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം. പണ്ട് നമ്മൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഒരു തല, അവിടെ വേറൊരു തല, അവിടുന്ന് വേറൊരു തല, ഇത് വരച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയായിരുന്നു ഇത് മണി ചെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇത് ഗവൺമെന്റ് സൈറ്റിൽ തന്നെ കാണിക്കൽ തുടങ്ങിയിരുന്നല്ലതാ. ഇനി അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിൽ വീണ്ടും വൻ കുതിപ്പെന്ന പഠനം. കേരളം 2,000 കോടി രൂപയുടെ വിപണിയാകും. ഇത്രയും വലിയൊരു വിപണി സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ ഓരോരുത്തരും ബാക്കിയുന്നത്. അപ്പോ ഇതിനെപ്പറ്റി നമ്മൾ വളരെ ശക്തമായിട്ട് പഠിക്കുകയും ഇത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഈ കടന്നു പോകുന്നത്. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ ഒരുപാട് നേടിയെടുക്കാനുണ്ട്. അറിവ്, ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം, അംഗീകാരം, ആദരവ്, പ്രശംസ, ഇൻഷുറൻസ്, ടൂറുകള്, നോമിനേഷൻ ഫെസിലിറ്റി തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു മേഖല നമ്മൾ ഏറ്റെടുക്കുകയും ഇപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഭാവിയിൽ ഒരു 1, 2, 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടെങ്കിലും മിനിമം ഈ ഒരു മേഖല ഫുൾ ടൈം ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പം ഉള്ള ദിവസങ്ങളിൽ ഈ ടീം ബിൽഡ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെയ്തു തുടങ്ങുക. എന്നാലെങ്കിലും നമുക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നും അത് ഈ ഒരു ബിസിനസ്സിലേക്ക് ശക്തമായിട്ട് വരാനും ചെയ്യാനും കഴിയും. അങ്ങനെ ഓരോരുത്തർക്കും ഈ ഒരു മേഖലയിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.